ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ലേ. എടാ ഹണി, നീ എന്തായി ചെയ്തത്? ഇതിപ്പോ നിങ്ങൾ വൃത്തിയാക്കുന്നതിന് പകരം മാർഷൽ ആർട്സാ ചെയ്തോണ്ടിരിക്കുന്നേ. മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക്. ഞാൻ നന്നായിട്ട് ജോലിയെങ്കിലും ചെയ്യുന്നില്ലേ? നിന്നെ പോലെ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. നീ ജോലി ചെയ്ത് നോക്ക്, അപ്പൊ മനസ്സിലാവും. നീ ഒന്ന് ചെയ്യാൻ നോക്ക് ഹണി. കൂട്ടുകാരനല്ലേ സഹായിക്കേണ്ടത്. സംശയമുണ്ടോ? കിറ്റി, നീ എന്തിനാ തനിച്ച് ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ബാഡ്മിന്റൺ കളിക്കൊന്നുമല്ല. ഈ പ്രാണി വീട്ടിലേക്ക് കയറി വന്നതാ. ഇതിനെ ഓടിക്കുക ഞാൻ. സോറി ഹണി. അയ്യോ എന്റെ അമ്മച്ചി. കിറ്റി, നീ എന്തിനാ സോറി പറയുന്നേ? അവൻ കുസൃതി കാണിച്ചല്ലേ. ബാറ്റ് കൊണ്ടത് തലയിലല്ലേ, കൈ വെച്ചിരിക്കുന്നത് കവിളിലും. എന്നിട്ട് അമ്മോ എന്ന് വിളിയും. എന്റെ കവിളത്ത് നീരുണ്ട്. മതി അഭിനയിച്ചത്. അതിന്റെ റാക്കറ്റ് കൊണ്ട് തലക്കല്ലേ. അപ്പൊ നിന്റെ കവിൾ എങ്ങനെയാ വേദിക്കുക? എടാ പോപ്പട്ടെ, കിറ്റി അടിക്കുന്നതിന് മുമ്പ് എന്റെ കവിളത്ത് നീര് വെച്ചതാണ്. കഴുത നീയാണ്, ഞങ്ങളല്ല. അടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് കവിള് വേദനിക്കുക? എന്നെ കഴുതെന്ന് വിളിക്കും. ശരിക്കുള്ള കഴുതകളെ നിങ്ങൾ തന്നെയാ. അതും ആനയുടെ ദിനോസറിന്റെ സൈസിലുള്ള കഴുതകളാ. എന്റെ കവിള് നേരത്തെ തന്നെ നീര് വെച്ചിരിക്കായിരുന്നു എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ അടിച്ചത് കൊണ്ടല്ലോ വേദനിച്ചത്. നീ വേണമെങ്കിൽ ഒന്നുകൂടെ തലക്കിട്ട് അടിച്ചോ. അടിച്ചോ കിറ്റി. നീ അടിച്ചു കഴിഞ്ഞാലേ എനിക്കൊന്നും പറ്റില്ല. ഹണി, നിന്റെ കവൾ ആദ്യം നീ ശ്രദ്ധിക്ക്. നിന്റെ കവളൊന്ന് നോക്കട്ടെ ഞാൻ. എടാ ബണ്ണി, ഇവന്റെ കവിള് വല്ലാണ്ട് വീങ്ങിയിരിക്കുകയാണല്ലോ. സംശയമുണ്ടോ? ആ കടന്നൽ കുത്തിയതായിരിക്കും. അതിവിടെ ഒരുപാടുണ്ട്. തൈലം പുരട്ടിയാ മതി, എല്ലാം ശരിയാകും. നീ അകത്തേക്ക് വാ, ഞാൻ നിനക്ക് തൈലം പുരട്ടി തരാം. ഓക്കേ. അയ്യോ അയ്യോ. ഒന്ന് ക്ഷമിക്കേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. എന്റെ അമ്മച്ചി വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്റെ വലിയളിയാ, ഒന്ന് ക്ഷമിക്കുന്നേ. ജോർദാർ ഇപ്പൊ തന്നെ തൈലം പുരട്ടി തരും. ഒന്നും വിഷമിക്കണ്ട, ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കാം. എടാ ഒന്ന് നിർത്ത്. അയ്യോ അയ്യോ അമ്മച്ചി. അയ്യോ എന്റെ അമ്മ ഇപ്പൊ വേദന കൂടി. ഇതെന്താ പ്ലൈവുഡോ മറ്റോ ആണോ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ച് മിനുക്കാനായിട്ട്? അയ്യോ, ആദ്യം വായിക്കകത്ത് മാത്രമേ വേദന ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ പുറത്തും നല്ല വേദനയുണ്ട്. നിൽക്കുവാണി, ഞാനൊന്ന് നോക്കട്ടെ. വായ തുറന്നേ. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പല്ല് തേച്ചില്ലേ? ഇനി എന്റെ വായ കയറിയിരുന്നാണ് നോക്കാൻ പോകുന്നേ. എന്റെ അമ്മോ, ഇത് കവിട് വേദനിക്കുന്നതല്ല, പല്ല് വേദനയുടെ തുടക്കമാ. പല്ലുവേദന ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലേ ഖന്ന സാറ് സാധാരണ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിൽ കൊള്ളാറാ പതിവ്. ഞാൻ ഉടൻ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടുവന്നേക്കാം. എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. വേഗം പോ കൂട്ടുകാരെ, ഹണിയെ വേഗം ദന്തസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടി വരും. എന്താ കഴിച്ചത്? പല്ലിന് എങ്ങനെയാ പ്രശ്നം ഉണ്ടായത്? എനിക്കറിയില്ല കൊച്ചലിയാ. ഇന്ന ഉപ്പിട്ട വെള്ളം. ഇത് വേഗം വായിൽ ഒഴിച്ച് കഴുകു. ഇനി അത് നീ വായിലിട്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ പോവാണോ? എടാ പൊട്ടാ, തുപ്പടാ. ഹണി, നീ എന്താ ചെയ്തത്? ഡ്രോയിങ് റൂമിൽ എങ്ങനെയാ തുപ്പുന്നേ? അതുകൊണ്ട് ഞാൻ വയറ്റിലോട്ട് തന്നെ തുപ്പിക്കളഞ്ഞു. ഓ എടാ കഴുതേ, നല്ല ഉപ്പുള്ള വെള്ളം കുടിച്ചാലേ വയറ് കേടാവും. മഴ വരാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എടാ കഴുതേ, ഈ ശബ്ദം വരുന്നത് നിന്റെ വയറ്റിന്നാണ്. ടോയ്ലറ്റ് എങ്ങോട്ടാ ഞാൻ പോവാ? അയ്യോ അമ്മച്ചി. അല്ല കൂട്ടുകാരെ, ഇവന് എന്താ സംഭവിച്ചത്? ഇത്രയും നേരം പല്ലിന് മാത്രമായിരുന്നു പ്രശ്നം. ഇതിപ്പോ വയറിനും കൂടി ആയപ്പോ പൂർത്തിയായി. ഇനി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ഇവനെ വേഗം നമുക്ക് ഡോക്ടറുടെ അടുത്തെത്തിക്കണം. ആദ്യം നമുക്ക് ഇവനെ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. വേഗം വാ. ആ വേഗം ചെല്ല്. അയ്യോ, ഞാൻ വേണമെങ്കിൽ ഈ വേദന സഹിച്ചോളാം. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വീട്ടിലോട്ട് കൊണ്ടുപോ. എനിക്ക് പല്ല് ഡോക്ടറിന്റെ അടുത്തേക്ക് പോവണ്ട.
എടാ ഹണി, നിന്റെ ഈ പ്രശ്നം വെച്ച് നോക്കുമ്പോ ദന്തസ്ഥനെ കണ്ടേ പറ്റൂ. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. വെരി ബാഡ്, വെരി ബാഡ്, അയ്യോ എന്റെ അമ്മച്ചി. വെരി ബാഡ്. പേഷ്യന്റ് വെരി ബാഡ്. താനാണോ അടുത്ത പേഷ്യന്റ്? അകത്തേക്ക് വരൂ, ഞാനില്ലേ. ഡോക്ടർ സാറേ, ഹനിയുടെ പല്ല് വല്ലാതെ വേദനിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഈ ഞാനില്ലേ. വരൂ ഹണി, നിങ്ങൾ വന്നിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. ഡോക്ടറെ, പേഷ്യന്റ് അവനല്ല, ഈ ഹണിയാണ്. സംശയമുണ്ടോ? എനിക്കറിയാം, ഞാൻ ഇയാളെ വഴിയിൽ നിന്ന് മാറ്റിയതാണ്. എങ്കിലേ രോഗിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റൂ. പേടിക്കണ്ട, ഞാനില്ലേ. ഈ ഡോക്ടർ എന്തിനാണ് പേഷ്യന്റിന്റെ കസേരയിൽ കയറി ഇരിക്കുന്നത്? അല്ല ഡോക്ടർ പക്രാജി, എന്തിനാ പേഷ്യന്റിന്റെ കസേര ഇരിക്കുന്നേ? പേഷ്യന്റിന്റെ കസേരയോ? അറിയാം, ഇത് ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇത് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന്. ഓക്കേ. അയ്യോ. ഇയാൾക്ക് ഒറ്റ പല്ല് പോലും ഇല്ലല്ലോ. പല്ലേ മൂക്കിനകത്തുണ്ടാവില്ല, അത് വായിലേ കാണുള്ളൂ. സംശയമുണ്ടോ? അയ്യോ. ഒരു സംശയവുമില്ല, ഡെന്റിസ്റ്റ് ആണ്. എനിക്കെല്ലാം അറിയാം. എല്ലാം ഞാൻ ശരിയാക്കി തരാം. പേടിക്കണ്ട, ഞാനില്ലേ. അങ്ങൊന്ന് കണ്ണാടി വെക്കൂ പ്ലീസ്. അത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് തലയിലായിരിക്കുന്നേ. എടുത്ത് കണ്ണില് വെക്ക്, കണ്ണില്. ഓ ഓ ഓ താങ്ക് യു മോനെ. അല്ല, ഇത് മൂക്കാണല്ലോ. അതാ ഞാനും ചിന്തിച്ചത്. വായെന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? പേടിക്കണ്ട, ഞാനില്ലേ. തുറക്ക്, തുറക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. വെരി ബാഡ് പേഷ്യന്റ്, വെരി ബാഡ്. നോ 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 നോ. എന്തു പറ്റി? ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. ബട്ട് ഡോണ്ട് വറി, ഞാനില്ലേ. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒട്ടും വേദനിക്കില്ല. വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കണ്ട. ഒട്ടും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഞാനില്ലേ. കാരണം ഇഞ്ചക്ഷൻ തരാതെ ഞാൻ എങ്ങനെയാണ് പല്ലെടുക്കേണ്ടത്? വേണ്ട, എന്റെ പല്ലെടുക്കണ്ട. എന്റെ പല്ലിന് ഒന്നും പറ്റിയിട്ടില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. ഇഞ്ചക്ഷൻ എടുക്ക, വലിയ എടുക്ക്. ഇഞ്ചക്ഷൻ എടുത്തോട്ടെ പ്ലീസ്. ഒന്നും ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ലേ. എടാ ഹണി, നീ എന്തായി ചെയ്തത്? അല്ല, എന്താ ഇത്? ഡോക്ടർ ബോധം കെട്ടിരിക്കുകയാണല്ലോ. ഡോക്ടർ ഒരിക്കലും ബോധം കെട്ട് വീഴില്ല. ഈ ഞാനില്ലേ. ഞാൻ ടച്ച് ചെയ്യുമ്പോൾ മോൻ പറയണം ഏത് പല്ലിലാണ് വേദനയുണ്ടെന്ന്. ഓക്കെ? അയ്യോ, എനിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ. ആ, പിടികിട്ടി. ദേ, ഇതാണ് എടുക്കേണ്ടത്. അയ്യോ. പല്ല് കേടായി വല്ലാതെ സോഫ്റ്റ് ആയിരിക്കുകയാണ്. അയ്യോ, അത് നാക്കാണ്, നാക്ക്. ഓ, ഓ, ഓ. ഇപ്പോ ഞാൻ ശരിക്കുള്ള പല്ലെടുക്കാം. ഡോണ്ട് വറി. ഇത് തന്നെയല്ലേ. ഇപ്പൊ ശരിക്കുള്ള പല്ല് തന്നെ പിടികിട്ടി. സംശയമുണ്ടോ? നീ എന്തായി ചെയ്യുന്നത്? ഹനി എന്തായി കാണിക്കുന്നത്? അയ്യോ. അയ്യോ, അവിടെ ഇരിക്കേ. കേറിയിരിക്കേ. പറയുന്നത് കേക്ക്. ഡോക്ടറോട് ചോദിക്ക് ഇയാൾ ഇത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. എന്റെ വായില് വേറൊരു പല്ലിനാ വേദന ഉള്ളത്. എന്നിട്ട് ഇയാൾ അത് നോക്കാതെ വേറെ പല്ല പറിച്ചോണ്ടിരിക്കുന്നേ. അയ്യോ അമ്മച്ചി. ഇനി ഞാൻ ശരിക്കുള്ള പല്ല് തന്നെ എടുക്കാം. പേടിക്കണ്ട. ഈ ഞാനില്ലേ. ഈ ഞാൻ കൂടെ ഇല്ലേ. വരൂ, പേഷ്യന്റിന്റെ കസേരയിലിരിക്കൂ. മണ്ടൻ ഡോക്ടറെ, പേഷ്യന്റ് ഞാനല്ല. അല്ലെങ്കിൽ ഇയാൾ ആദ്യം പല്ല് പറിച്ച് താഴെയിടും. വെരി ബാഡ്. എന്റെ എല്ലാ പേഷ്യൻസും വെരി വെരി ബാഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ, എവിടെ പോയി? ഡോക്ടർ ബാലു വല്ലാത്ത മനുഷ്യൻ തന്നെ. എൻജോയ്ക്ക് വേണ്ടി പഴയ തുണികൾ വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തേ ആളത്തേനെ കാണുന്നില്ല. അയ്യോ അമ്മച്ചി. ഓഹോ ഹണി, നിനക്ക് എന്താണ് പറ്റിയത്? രാവിലെ മുതല് ഹണിക്ക് നല്ല പല്ലുവേദനയാ. ഓഹോ, എവിടെ നോക്കട്ടെ. ഓഹോ, ഇത് വേറൊന്നുമല്ല, വിസ്ഡം ടൂത്തിന്റെ പ്രോബ്ലം ആണ്. വിസ്ഡം ടൂത്തോ? ആഹാ, വിസ്ഡം ടൂത്ത്. സാധാരണ ഇതിനെല്ലാവരും ഇരട്ടപ്പല്ലെന്നാണ് വിളിക്കുന്നത്. നമ്മൾ വലുതാകുന്ന സമയത്താണ് ഇത് മോണിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ പിന്നെ ഹനി എപ്പോഴും കഴുതായിട്ടിരിക്കില്ല. അവനും ബുദ്ധി ഉണ്ടാവും അല്ലേ? ഓഹോ, ഒരിക്കലുമില്ല.
പല്ലിന് അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല. അത് അവിടെ തിങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അവന് വേദനിക്കുന്നത്. എന്തു പറ്റി? ഓഹോ, എനിക്കിപ്പോ പല്ലുവേദന തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ വരൂ. ഞാൻ നിന്റെ വായെന്ന കടലിനകത്ത് കയറി പല്ലെന്ന ചുറ്റുകളെല്ലാം ചെക്ക് ചെയ്യാം. ഇവിടെ വരൂ. പക്ഷെ സാർ ഒരു ദന്തിസ്റ്റ് അല്ലല്ലോ. ഡോക്ടർ തന്നെയാണ്. അതിപ്പോ പല്ലിന്റെ ആയാലും കണ്ണിന്റെ ആയാലും കാലിന്റെ ആയാലും തലച്ചോറിന്റെ ആണെങ്കിലും മനസ്സിന്റെ ആണെങ്കിലും. ഇവിടെ വരൂ. ഓഹോ ഓഹോ. അകത്തെന്താ വല്ല ത്രില്ലർ സിനിമ ഓടുന്നുണ്ടോ? ഇത്ര എക്സൈറ്റഡ് ആവാൻ വേണ്ടിട്ട് എന്താണെന്ന് വെച്ചാ ഒന്ന് പറ ഡോക്ടറെ. ഒന്നുമില്ല. ബാക്കിയകത്ത് ഒരു ചെറിയ മുറിവുണ്ടായിട്ടുണ്ട്. ഹണി, നീ എന്താണ് കഴിച്ചത്? ഒന്നുമില്ല, രാവിലെ അക്രോട്ട് കഴിക്കാൻ വേണ്ടിട്ട് പല്ല് കൊണ്ടൊന്ന് പൊട്ടിച്ചതാ. പിന്നീട് പല്ല് വേദനിക്കാൻ തുടങ്ങിയപ്പോ ഒന്നും കഴിക്കാൻ നിന്നില്ല. ഇത് അക്രോട്ട് കടിച്ചത് കൊണ്ടുണ്ടായതാണ്. ആ മുറിവല്ലാതെ വേറൊരു മുറിവും തന്നെയില്ല. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ വേദനയ്ക്കുള്ള മരുന്ന് തരാം. അത് കഴിച്ചാൽ വൈകാതെ തന്നെ ആ വേദന മാറിക്കോളും. അതായത് ഇരട്ടപ്പല്ലൊന്നും മുളച്ചു വരുന്നില്ലല്ലേ? അപ്പൊ ഇവൻ ഇനി ഒരിക്കലും ഇരട്ടപ്പല്ല് ഉണ്ടാവില്ല. സംശയമുണ്ടോ? ഇരട്ടപ്പല്ലാണെങ്കിലും ഒറ്റപ്പല്ലാണെങ്കിലും നമുക്ക് ഏതായാലും കഴിക്കാൻ വേണ്ടിട്ട് അത് വേണ്ടി വരുമല്ലോ. അതല്ലേ ശരി. എനിക്ക് ഇങ്ങനെ ഇരിക്കാനാ ഇഷ്ടം. ഇപ്പൊ ഇരട്ടപ്പല്ലല്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ ഇരട്ടിയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാലോ.